അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹായ് എവരിവൺ, നമ്മൾ മാജിക്കൽ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ 7ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. 7ാമത്തെ ദിവസമായ ഇന്ന് നാം വളരെ ലളിതമായ ഒരു ചെറിയ ട്രിക്കാണ് പഠിക്കാൻ പോകുന്നത്. എന്താണെന്നല്ലേ നോക്കാം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, നീ വരും എന്നതിൻ്റെ ഇംഗ്ലീഷ് എങ്ങനെയാണ് പറയുക, നീ എന്നെ മറക്കും എന്നതിൻ്റെ ഇംഗ്ലീഷ് എങ്ങനെയാണ് പറയുക, ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്. അതിനെ ചെറിയ രീതിയിലൊന്ന് വേരിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ, ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആ ചോദ്യം നമുക്ക് അർത്ഥമായി കിട്ടുന്നതാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ യു വിൽ കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചതാണ്, നീ വരും എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. അപ്പോൾ അതിൻ്റെ ക്രമം ഒന്ന് മാറ്റിയിട്ട് വില്ലിനെ നമ്മൾ ആദ്യം വെക്കുന്നു, രണ്ടാമത് യു എന്ന സബ്ജക്റ്റ് വെക്കുന്നു. ഇനി ദേ എന്നോ മറ്റു ആളുകളുടെ പേരോ വേറെ എന്തായാലും കുഴപ്പമില്ല. അതുപോലെ തന്നെ വെർബ്, ഫീല് അഥവാ ക്രിയ, അത് മൂന്നാമത് വെക്കുകയും ചെയ്യുന്നു. അപ്പോൾ വിൽ യു കം അർത്ഥം നീ വരുമോ എന്നാണ്. അപ്പോൾ നീ വരുമോ, നീ എഴുതുമോ, വിൽ യു റൈറ്റ്, വിൽ യു സ്ലീപ്പ്, നീ ഉറങ്ങുമോ, വിൽ യു ഹെൽപ്പ്, നീ സഹായിക്കുമോ. ഇതൊക്കെ നമ്മളിങ്ങനെ പഠിക്കുമ്പോഴും ഇതൊന്ന് സഹായം ചോദിക്കാനുള്ളൊരു ഏറ്റവും നല്ല മര്യാദയുള്ള രൂപമൊന്നുമല്ല, എങ്കിലും ബേസിക്കായിട്ട് നമ്മളിങ്ങനെ മനസ്സിലാക്കുക. എന്നതിന് ശേഷം നമുക്ക് ഏറ്റവും പുതിയ പ്രയോഗങ്ങളും മറ്റുമൊക്കെ പഠിക്കുകയും ചെയ്യാം. വളരെ ലളിതമായിട്ട് ഏറ്റവും ബേസിക്കായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നമ്മൾ ഇങ്ങനെയുള്ള ടെക്നിക്കിലൂടെ പഠിക്കുന്നത്. അല്ലാതെ ഈ രൂപത്തിലാണ് ഇതിനെ ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ടത്, മലയാളത്തിൽ ചിന്തിച്ചിട്ടാണ് എന്നുള്ള രൂപമല്ല നമ്മളിവിടെ മനസ്സിലാക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിവിടെ വളരെ ലളിതമായി ക്ലാസ്സുകൾ എടുക്കുന്നു. ആ ആശയങ്ങൾ മനസ്സിലാകാൻ ഉതകുന്ന രീതിയിലുള്ള ആ സാഹചര്യങ്ങളെ മൊത്തവും സമന്വയിപ്പിച്ചിട്ടുള്ള ഒരു മലയാളം അർത്ഥം, ഒരു ടെക്നിക്ക് പോലെ, ഒരു ക്യാപ്സൂൾ പോലെ അത് കൊടുക്കുന്നു എന്ന് മാത്രം. തീരെ ഇംഗ്ലീഷ് അറിയാത്ത ആളുകൾക്ക് അത് പഠിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇംഗ്ലീഷ് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ തിരിച്ചു വരാം, ഈ പാഠത്തിൻ്റെ ആശയത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് വിൽ യു കം എന്ന് പറഞ്ഞാൽ നീ വരുമോ എന്നാണ്. അപ്പോൾ ചെയ്യും എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ നമ്മൾ യു വിൽ കം എന്നുള്ള രൂപത്തിൽ, യു വിൽ ഡു എന്നുള്ള ആ രൂപത്തിൽ പറയുമ്പോൾ അതിനെ ചോദ്യമാക്കുന്ന സന്ദർഭത്തിൽ അതിലെ ഓക്സിലറി വെർബ്, സഹായക ക്രിയയാകുന്ന വിൽ എന്നതിനെ ആദ്യം വെച്ച് വിൽ യു കം, നീ വരുമോ എന്ന് നമുക്ക് അർത്ഥം മാറ്റി കിട്ടും. അങ്ങനെ ആക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. നമുക്ക് അർത്ഥത്തെ ചേഞ്ച് ചെയ്യാൻ പറ്റും. വി ക്യാൻ ചേഞ്ച് ദ മീനിങ് ബൈ ഡൂയിങ് ദിസ്, ബൈ ചേഞ്ചിങ് ദ ഓക്സിലറി വെർബ്. ഇങ്ങനെയാണ് നമുക്കതിനെ മാറ്റാൻ സാധിക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ പാഠത്തിൻ്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത് ഫസ്റ്റ് വിൽ, രണ്ടാമത് സബ്ജക്റ്റ്, മൂന്നാമത് വെർബ് എന്നുള്ളതാണ്. അപ്പോൾ നീ എന്നെ മറക്കുമോ എന്നെങ്ങനെ ചോദിക്കുക? വിൽ യു ഫോർഗെറ്റ് മീ, നീ എന്നെ മറക്കുമോ. അപ്പോൾ അവൾ എന്നെ മറക്കുമോ എന്ന വിൽ ഷീ ഫോർഗെറ്റ് മീ. അവൻ എന്നെ മറക്കുമോ എന്നോ വിൽ ഹീ ഫോർഗെറ്റ് മീ. അവർ എന്നെ മറക്കുമോ വിൽ ദേ ഫോർഗെറ്റ് മീ. ഇപ്പോൾ ഇവിടെ വില്ല് ആദ്യം വെച്ചു, ആരാണോ സബ്ജക്റ്റ് അത് രണ്ടാമത് വെച്ചു, മൂന്നാമത് വർബ് വെച്ചു. എല്ലാ വർബുകളെയും നമ്മൾ ഇതിനോട് പ്രയോഗിച്ച് ഈ പ്രയോഗത്തെ നമ്മൾ വശപ്പെടുത്തണം. ഇനി ഇതിൻ്റെ കൂടെ മറ്റൊരു കാര്യം ജനറലായിട്ട് പറയാനുള്ളത്, ഇങ്ങനെ സഹായക ക്രിയയെ ആദ്യം വെച്ചാൽ അത് എല്ലായിടത്തും അത് ചോദ്യമായി മാറുകയും ചെയ്യും. പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ വേർഡ് ഇല്ലാത്ത സെൻറ്റൻസുകളിൽ നമുക്ക് ചോദ്യം തുടങ്ങാനുള്ള ഒരു രൂപം കൂടിയാണ് ഇത്, ഓക്സിലറിയെ ആദ്യം വെക്കുക എന്നുള്ളത്. ഒന്നുകൂടെ സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ ഫസ്റ്റ് പാഠത്തിൽ യു ക്യാൻ സ്പീക്ക്, നിനക്ക് സംസാരിക്കാൻ കഴിയുമെന്ന് പഠിച്ചിട്ടുണ്ട്. അതിലെ ക്യാൻ എന്നതിനെ ആദ്യം വെച്ചപ്പോൾ, ഇവിടെ ക്യാൻ നടുവിലായിരുന്നു, ഇവിടെ ക്യാൻ ആദ്യമായപ്പോൾ ക്യാൻ യു സ്പീക്ക്, നിനക്ക് സംസാരിക്കാൻ കഴിയുമോ എന്നുള്ള അർത്ഥമായി. അപ്പോൾ വിൽ എന്ന പാഠത്തിൽ നമ്മൾ ചെയ്ത അതേപോലെ തന്നെ ഇന്നത്തെ പാഠത്തിൽ നമ്മൾ വില്ലിനെ ആദ്യം വെച്ച അതേപോലെ ക്യാൻ എന്നതിനെ ആദ്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിയുമോ എന്നുള്ള അർത്ഥം കിട്ടും. അതുപോലെ മറ്റൊരു പാഠത്തിൽ നമ്മൾ യു ഷുഡ് ഗോ, നീ പോകണം എന്നുള്ള പാഠം പഠിച്ചിരുന്നു. അതിലെ ഷുഡ് ഓക്സിലറിയാണ്. അതിനാദ്യം വെച്ച് കഴിഞ്ഞാൽ ഷുഡ് യു കം, ഷുഡ് യു ഗോ, നീ പോകണമോ, ഷുഡ് ഐ കം, ഞാൻ വരണമോ എന്നുള്ള അർത്ഥം കിട്ടും. അതൊരു ചോദ്യമായി മാറി. അപ്പോൾ ചുരുക്കത്തിൽ ചോദ്യമായി കിട്ടാൻ നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് ഇല്ലെങ്കിൽ പിന്നീട് ഓക്സിലറി കൊണ്ടാണ് തുടങ്ങേണ്ടത്. നമ്മൾ ഇവിടെ പഠിച്ച പാഠങ്ങളിൽ ആകെ ഓക്സിലറി ഇതുവരെ നമ്മൾ പരിചയപ്പെട്ടത് ഒന്ന് ക്യാനാണ്, മറ്റൊന്ന് വില്ലാണ്, മറ്റൊന്ന് ഷുഡാണ്. ഈ സെൻറ്റൻസുകൾ ഉണ്ടാകുമ്പോൾ മറ്റു ക്വസ്റ്റ്യൻ വേർഡ് ഇല്ല എങ്കിൽ നമുക്ക് ഇവയെ ആദ്യം വെച്ച് കഴിഞ്ഞാൽ അതിനെ
ചോദ്യമാക്കി മാറ്റാൻ കഴിയും. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ ചെയ്തതുപോലെ, വിൽ യു ഫോർഗെറ്റ് മീ, നീ എന്നെ മറക്കുമോ? വിൽ ഷീ ഫോർഗെറ്റ് ഹിം, അവൾ അവനെ മറക്കുമോ? ക്യാൻ യു സ്പീക്ക് ഇംഗ്ലീഷ്, ക്യാൻ യു സ്പീക്ക് അറബിക്, ക്യാൻ യു സ്പീക്ക് ഹിന്ദി, ക്യാൻ യു സ്പീക്ക് ഉറുദു എന്നൊക്കെ നമ്മൾ ചോദിക്കാണ്ടി വരുമ്പോൾ നമുക്ക് ക്യാൻ ആദ്യം വെച്ച് തുടങ്ങാൻ നമുക്ക് കഴിയുന്നത് പോലെ ഈ രൂപത്തിൽ നമ്മൾ മൊത്തത്തിൽ ചോദ്യങ്ങളെ ഉണ്ടാക്കാൻ പരിശീലിക്കുക. ഇതെല്ലാ ക്ലാസ്സിലേക്കും നമ്മൾക്ക് ബാധകമാണ്. ആദ്യം ഓക്സിലറി വെക്കുക, രണ്ടാമത് സബ്ജക്റ്റ് വെക്കുക, മൂന്നാമത് വെർബ് വെക്കുക. വെർബ് എന്ന് പറഞ്ഞാൽ ഫിയൽ എന്നാണ് അതിൻ്റെ അറബി, അതുപോലെ തന്നെ ക്രിയ എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ്, അത് മലയാളം ക്രിയ, ഇംഗ്ലീഷിൽ വെർബ്. അപ്പോൾ വെർബ് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, വെർബ് എന്ന് പറയുമ്പോൾ ആ വെർബ് എന്നുള്ളത് പോലും അറിയാത്ത ആളുകൾ ഇതിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ മറ്റു ഭാഷകളിലൂടെ അതിനെ പരിചയപ്പെട്ടവരാണ്, പ്രത്യേകിച്ച് അറബിയിലൊക്കെ അതിനെ സംബന്ധിച്ച് വിശദമായി പഠിച്ച ആളുകളൊക്കെ. അപ്പോൾ അത്തരം ആളുകൾക്ക് അത് ഫീൽ എന്നുള്ള ഒരൊറ്റ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവം എന്നുള്ളത് അവിടെ മനസ്സിലായി എന്നുള്ള രൂപത്തിൽ ഇത് മനസ്സിലാവാൻ വേണ്ടി സൂചിപ്പിച്ചു എന്ന് മാത്രം. അതുകൊണ്ട് നമ്മളിവിടെ ഇനി കുറച്ച് പുതിയ വാക്കുകൾ കൂടി പഠിക്കുകയാണ്. ഹിസ് എന്ന് പറഞ്ഞാൽ അവൻ്റെ, അദ്ദേഹത്തിൻ്റെ എന്നുള്ള അർത്ഥമാണ്. ടു ഹിസ് ഹൗസ്, അവൻ്റെ വീട്ടിലേക്ക്. ടു ഹിസ് ഓഫീസ്, അവൻ്റെ ഓഫീസിലേക്ക് എന്നൊക്കെ പറയേണ്ടി വരുമ്പോൾ അവിടെ നമുക്കൊരു ഹിസ് കാണാം. അവൻ്റെ വീട്ടിലേക്ക്, അവൻ്റെ സ്കൂളിലേക്ക്, ടു ഹിസ് സ്കൂൾ. അവൻ്റെ ടൗണിലേക്ക്, ടു ഹിസ് ടൗൺ. അവൻ്റെ ഓഫീസിലേക്ക്, അവൻ്റെ രാജ്യത്തേക്ക്, ടു ഹിസ് നാഷൻ, ടു ഹിസ് കൺട്രി, അവൻ്റെ രാജ്യത്തിലേക്ക്. അതേപോലെ നമുക്ക് നമ്മുടെ എന്നുള്ള അർത്ഥം, ഞങ്ങളുടെ എന്നൊക്കെ അർത്ഥം കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ എന്നുള്ളതാണ് വെക്കേണ്ടത്. യു ഷുഡ് കം ടു അവർ ഹൗസ്, നീ ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം. അപ്പം ഞങ്ങളുടെ എന്നതിന് അവർ എന്നാണ്. അതുപോലെ തന്നെ അവരുടെ എന്നതിന് നീ അവരുടെ വീട്ടിലേക്ക് പോകണം. യു ഷുഡ് ഗോ ടു ദെയർ ഹൗസ്, ദയർ എന്നാണ്. ദയർ എന്ന് പറഞ്ഞാൽ അവരുടെ എന്നാണ് ഒരർത്ഥം. മറ്റൊന്ന് അവയുടെ എന്നൊരർത്ഥം കൂടെ ഉണ്ട്, അത് നമ്മളിവിടെ എഴുതിയിട്ടില്ല, മറ്റൊരു പാഠത്തിൽ എന്തായാലും എഴുതും. ഇപ്പം നമുക്ക് ഇത്രയും കാര്യങ്ങൾ വളരെ കൃത്യമായി നിങ്ങൾ നോട്ട് എഴുതി പരിശീലിച്ച് ധാരാളം ഉദാഹരണങ്ങൾ എഴുതി വെക്കുകയും ധാരാളം തവണ അത് പറയുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പാഠം വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയും. ഇന്ന് ഒരു പാഠം മാത്രമല്ല നമ്മൾ പഠിച്ചത്, മറിച്ച് എല്ലാ പാഠങ്ങളിലേക്കും അതിനെ ചോദ്യമാക്കാൻ ക്വസ്റ്റ്യൻ വേർഡ് ഇല്ല എങ്കിൽ, ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറഞ്ഞാൽ W കൊണ്ട് തുടങ്ങുന്ന വെൻ, വാട്ട്, വിച്ച് എന്നൊക്കെ തുടങ്ങുന്ന വേർ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻ വേർഡ്സ്, ഈ ക്വസ്റ്റ്യൻ വേർഡ്സ് ഇല്ല എങ്കിൽ ക്വസ്റ്റ്യൻ വേർഡിൻ്റെ, ക്വസ്റ്റ്യൻ സെൻറ്റൻസുകളുടെ ഓർഡർ എന്തായിരിക്കും എന്നുള്ള ഒരു പൊതു കാര്യം പോലും ഇന്ന് നമുക്കിവിടെ ഈ പാഠത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പ്രത്യേകമായിട്ട് ഈ പാഠത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം പറയുകയാണെങ്കിൽ ഇതാണ്. വില്ലിനെ ആദ്യം വെച്ച് സബ്ജക്റ്റിനെ രണ്ടാമതും വെർബിനെ മൂന്നാമതും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നീ വരുമോ, നീ എഴുതുമോ, അവൻ മറക്കുമോ, അവൾ മറക്കുമോ, അവൾ പരിശീലിക്കുമോ തുടങ്ങിയുള്ള ഈ ക്രമത്തിലുള്ള സെൻറ്റൻസുകളെ ഉണ്ടാക്കാൻ നമുക്ക് അതാണ് ഏറ്റവും വലിയ ഉപകാരപ്രദമായ ട്രിക്ക് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക, എല്ലാവരും ഷെയർ ചെയ്യുക, ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും അറിയിക്കുകയും ചെയ്യുക.